ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച മശാണി എന്ന ചെറുകഥ കേൾക്കാം. മശാണി. ഊരുമൂപ്പൻ്റെ കുടി കാട്ടിക്കൊടുക്കാനായി കുപ്പിവളകൾക്കൊപ്പം ചിരിച്ചും മുക്കിറ്റുപൂക്കൾ നുള്ളിയെറിഞ്ഞും മുമ്പേ നടക്കുന്ന പെൺകുട്ടിയുടെ ഫ്രെയിമോടെയാണ് ഡോക്യുമെൻ്ററി ആരംഭിക്കുന്നത്. പെൺകുട്ടിക്ക് പുറമെ നിങ്ങളിപ്പോൾ കാണുന്ന മെലിഞ്ഞ് നേർത്ത നീളൻ ജുബയും പൈജാമയും ധരിച്ച ആ താടിക്കാരൻ പയ്യനാണ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ പ്രശാന്തൻ. പെൺകുട്ടിക്ക് ഏറിയാൽ 11-12 വയസ്സ് പ്രായം കാണും. നോക്കൂ, തലയുയർത്തി നിൽക്കുന്ന മല്ലീശ്വരൻ മുടി, മല്ലീശ്വരനോട് കിന്നാരം പറയുന്ന മേഘശകലങ്ങൾ, ഊരുകൾ, കുടികൾ, കാടുകൾ, കാട്ടുചോലകൾ, ചോലകളിലെ കാട്ടരുവികളിൽ ദാഹം തീർക്കുന്ന പുള്ളിമാനുകൾ, ആടുമാട് മേയ്ക്കുന്ന കുട്ടികൾ. തികഞ്ഞ ഒരു ഗോത്രവർഗ ഗ്രാമമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിവിധ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കുടങ്ങളിൽ വെള്ളവും ചുമന്ന് വരിവരിയായി പരുത്തിത്തോട്ടത്തിലേക്ക് പോകുന്ന കുട്ടികൾ. അവർക്കിടയിൽ ഒരുവൾ, നമ്മൾ ഡോക്യുമെൻ്ററിയുടെ തുടക്കത്തിൽ കണ്ട അതേ പെൺകുട്ടിയാണ്. ഇവിടെ നറേറ്ററുടെ ഘനഗംഭീരമായ ശബ്ദം കേൾക്കാം. ഇവൾ മശാണി. 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ച് ജീവൻ നിലനിർത്താൻ രാവന്തി വരെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട എരിഞ്ഞുടങ്ങുന്ന ബാല്യങ്ങളുടെ പ്രതിനിധി. ഇപ്പോൾ ഫ്രെയിമിൽ പരുത്തി നുള്ളുന്ന പെൺകുട്ടികളുടെ ദൃശ്യമാണ്. അവർ 10ലേറെ വരും. അവർക്കൊപ്പം വടിയുമായി തോട്ടത്തിലൂടെ ഉലാത്തുന്ന തോട്ടമുടമ, പരുത്തിക്ക് മരുന്നടിക്കുന്ന തൊഴിലാളി. തോട്ടമുടമയുടെ വടിയിൽ നിന്നും കുട്ടികൾ ഒരാളിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ മശാണിയുടെ ടൈറ്റ് ഷോട്ട്. വേവ് കൊണ്ട് കരുവാളിച്ച മശാണിയുടെ മുഖത്ത് പുഞ്ചിരി. അതവിടെ അസ്ഥാനത്തായിപ്പോയി. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതും ഇതുപോലൊരു തീം കൈകാര്യം ചെയ്യുമ്പോൾ. ഡോക്യുമെൻ്ററിയുടെ പ്രിവ്യൂ കാണാനെത്തിയ പ്രശസ്ത സംവിധായകനും പ്രശാന്തിൻ്റെ ഗുരുവുമായ എ പറഞ്ഞു, ഈ കഥയിൽ കഥാപാത്രങ്ങളെ 2 സംവിധായകരുള്ളതിനാൽ ഗുരുവിനെ സൗകര്യാർത്ഥം നമുക്ക് എ എന്ന് വിളിക്കാം. അതിന് വഴിയുണ്ട്. ദാ അടുത്ത ഷോട്ട് നോക്കൂ. അവിടെയല്ലേ ഞാൻ സാറിൻ്റെ ശിഷ്യനാകുന്നത്. മശാണിയുടെ കരുവാളിച്ച പുഞ്ചിരി ഒരു നിമിഷം ഫ്രീസ് ആകുമ്പോൾ വീണ്ടും നറേറ്ററുടെ ശബ്ദം. പുഞ്ചിരിച്ചുകൊണ്ട് പടിയിറങ്ങുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾ ഇവിടെ സ്ഥിരം കാഴ്ചകളിലൊന്നാകുന്നു. ഇങ്ങനെ പടിയിറങ്ങുന്ന ബാല്യങ്ങൾ മാത്രം 2000-ഓളം വരും. ഇവിടെ മശാണിമാരുടെ എരിഞ്ഞൊടുങ്ങുന്ന പുഞ്ചിരിക്ക് ശ്രീ പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും വമിക്കുന്ന പ്രളയാഗ്നിയുടെ ശക്തിയുണ്ടെന്നറിയുക. ഹായ്. സംവിധായകൻ എ ഗ്ലാസിൽ ബാക്കിയായ മദ്യം ഒറ്റ വലിക്കകത്താക്കി. അയാൾ നിറഞ്ഞ സംതൃപ്തിയോടെ പ്രശാന്തനെ നോക്കി. യവൻ എൻ്റെ ശിഷ്യൻ തന്നെ, എ മനസ്സിൽ പറഞ്ഞു. പ്രശാന്തൻ അപ്പോഴും മശാണിയുടെ ഫ്രീസ് ചെയ്ത ഷോട്ടിലായിരുന്നു. എ എന്ന സംവിധായകനെ കൂടാതെ 3-4 പേർ മാത്രമേ ഡോക്യുമെൻ്ററിയുടെ പ്രിവ്യൂ കാണാൻ എത്തിയിരുന്നുള്ളൂ. പ്രശാന്തൻ്റെ അടുത്ത സുഹൃത്തുക്കളും ക്യാമറാമാൻ വസന്തനുമായിരുന്നു അവർ. പ്രശാന്തേ, നിനക്ക് ആ പെൺകുട്ടിക്കൊരു തിളങ്ങുന്ന മൂക്കുത്തി വാങ്ങിച്ചു കൊടുക്കാമായിരുന്നില്ലേ? കറുപ്പിന് 7 അഴകെന്നല്ലേ? സുഹൃത്തുക്കളിൽ ഒരാൾ പ്രശാന്തനോട് വിളിച്ചു ചോദിച്ചു. ഇരുട്ടിൽ അത് ആരെന്ന് ശബ്ദം കൊണ്ട് തിട്ടപ്പെടുത്താനായില്ല പ്രശാന്തന്. മദ്യം കഴിച്ചതുകൊണ്ടാവാം അവരുടെ ശബ്ദങ്ങൾ ഇഴയുന്നുണ്ടായിരുന്നു. നിർത്തുന്നുണ്ടോ ഈ ചീപ്പ് ഡയലോഗ്? സംവിധായകൻ എ കയർത്തു. എയുടെ കൈ തട്ടി ഗ്ലാസ് താഴെ വീണുടഞ്ഞു. പ്രശാന്തൻ ഡോക്യുമെൻ്ററി ഓഫ് ചെയ്തു, ലൈറ്റ് ഇട്ടു. ഒരു നിമിഷം ആരും ഒന്നും മിണ്ടിയില്ല. ആരോടും ഒന്നും മിണ്ടാതെ എ കുപ്പിയിൽ നിന്നും വെള്ളം ചേർക്കാതെ ഒരിറുക്ക് മദ്യം വായിലേക്ക് ഒഴിച്ചു. ചിറി കോട്ടി. ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഫ്രെയിം എ പതുക്കെ കൈയടക്കി. തികഞ്ഞ നിശബ്ദത. എ ആക്ഷൻ പറഞ്ഞു. പ്രശാന്തൻ ലൈറ്റ് ഓഫ് ചെയ്തു. സ്ക്രീൻ വീണ്ടും തെളിഞ്ഞു. സ്ക്രീനിൽ രാത്രി. അക്ഷരങ്ങളില്ലാത്ത വിറയാർന്ന അക്ഷരങ്ങളാൽ എഴുതിയ ഒരു കത്തായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. മുമ്പൊരു കത്തെഴുതിയത് ഇടത്തെ കൊച്ചമ്മ കണ്ടു. അവരത് വാങ്ങി കീറിക്കളഞ്ഞു. പൊള്ളിച്ച കാലിലെ പാട് കരിഞ്ഞു തുടങ്ങി. ഊരിലേക്ക് വരണമെന്നുണ്ട്, ഇടന്ന് വിടണ്ടേ? അമ്മ ഗൗണ്ടറോട് മല്ലീശ്വരോത്സവത്തിന് ചേല വാങ്ങാൻ വാങ്ങിയ ആ 500 ഇതുവരെ തീർന്നില്ലത്രേ. ഇനി അടുത്ത കൊല്ലം ഉത്സവത്തിന് വരാം. എന്നെ കൂട്ടാൻ വരുമോ? നിങ്ങൾക്ക് ഗൗണ്ടറിൻ്റെ തോട്ടത്തിലേക്കുള്ള വഴി അറിയോ?
ഇങ്ങനെ നമ്മുടെ ആദിവാസി ഊരുകളിൽ എത്രയെത്ര മശാണിമാർ. നറേറ്ററുടെ ശബ്ദം നേർത്തു വരികയാണ്. സ്ക്രീനിൽ മശാണിയുടെ കരുവാളിച്ച മുഖം ഫ്രീസ് ചെയ്തുകൊണ്ട് പാതി അക്ഷരങ്ങളില്ലാത്ത അവൾ എഴുതിയ കത്ത് അവളിലേക്ക് പടർന്നു കയറുകയാണ്, അഗ്നിയെപ്പോലെ. പശ്ചാത്തലത്തിൽ കുഴൽ കാതങ്ങൾ കടക്കുകയാണ്. കുഴലിനൊപ്പം കുമ്മിയാട്ടിൻ്റെ ഈരടികളും. അവസാന റീലും കഴിഞ്ഞ് പ്രശാന്തൻ ലൈറ്റിട്ടു. ഒരുതരം വെള്ള വെളിച്ചം മുറിയാകെ നിറഞ്ഞു. അപ്പോൾ എയും വസന്തനും സുഹൃത്തുക്കളും പ്രശാന്തനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച മശാണി എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്.